ഹായ് ഫ്രണ്ട്സ്, ICAR ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു വിജ്ഞാപനമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വിജ്ഞാപനം എന്ന് പറയുന്നത് കേരളത്തിലും നിരവധി ഒഴിവുകളുണ്ട്. അപ്പോൾ ഇതിന് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയാണ് ഇതിൻ്റെ മിനിമം യോഗ്യത എന്ന് പറയുന്നത്. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. എക്സാം സെൻറ്റർ കേരളത്തിലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും അതെങ്ങനെ അപേക്ഷിക്കണം തുടങ്ങിയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട A to Z ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, അതായത് ICAR ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇതിൻ്റെ അണ്ടറിലുള്ള വിവിധ റിസർച്ച് സ്ഥാപനങ്ങളിലേക്കായിട്ടുള്ള ഒഴിവുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്ഥിരം ജോലിയാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 7/5/2022 അപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ അപേക്ഷ തുടങ്ങുന്നത് May 7 മുതലാണ്. ഓൺലൈൻ അപേക്ഷയുടെ അവസാന തീയതി June 1 എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ, അതായത് 2 ഘട്ടമായുള്ള എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷനും ഉണ്ടായിരിക്കും. പ്രിലിമിനറിയുടെ ഏകദേശ ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട് ജൂണിൻ്റെ ലാസ്റ്റ് വീക്കിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷനൊക്കെ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻ വിൻഡോ ഇവിടെ ഓപ്പൺ ആവുന്ന ഡേറ്റ് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ അപേക്ഷിച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് ഇവരുടെ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ എന്തെങ്കിലും ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. അതിനുള്ള ഡേറ്റാണ് June 5 മുതൽ June 7 വരെയാണ് ആ ഡേറ്റ്. അതിനുള്ളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ അപേക്ഷയിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ മാക്സിമം നമ്മൾ പെർഫെക്റ്റ് ആക്കി ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ വാക്കൻസീസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ICARൻ്റെ ആ ഒരു ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് 71 വാക്കൻസിയും അതുപോലെ തന്നെ ICARൻ്റെ മറ്റു സ്ഥാപനങ്ങളിലേക്കായിട്ട് 391 വാക്കൻസിയാണുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസർവേഷൻ വൈസ് ആയിട്ടുള്ള വാക്കൻസി കാണാം. അപ്പോൾ ടോട്ടൽ 71 അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെയും റിസർവേഷൻ വൈസ് ആയിട്ടുള്ള ലിസ്റ്റ് ഉണ്ട്. പിന്നെ PWBD കാൻഡിഡേറ്റ്സിൽ ആരൊക്കെയാണ് അതിൽ എലിജിബിൾ എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ വിഭാഗങ്ങൾക്ക് ഇത് അപേക്ഷിക്കുക എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫങ്ഷണൽ റിക്വയർമെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ PWBD പെട്ട ആർക്കൊക്കെ ഇത് അപേക്ഷിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ആ കുളത്തിലുള്ളത്. പിന്നെ ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ്. യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റോ യോഗ്യതകളൊന്നും തന്നെ വേണ്ട എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ സിറ്റീസ് ആണ്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രിലിമിനറി എക്സാമിനേഷന് നമുക്ക് കേരളത്തിലും എന്താണ് എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്. അത് നമുക്ക് വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് നോക്കാം. അതുപോലെ തന്നെ മെയിൻ എക്സാമിനേഷൻ ആണെങ്കിൽ അത് പരിമിതമായിട്ടുള്ള കുറഞ്ഞ സ്ഥലങ്ങളുള്ളൂ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ മെയിൻ എക്സാമിനുള്ള ആ ഒരു സെൻറ്റർ ഉണ്ടായിരിക്കാം. പക്ഷേ പ്രിലിമിനറി എക്സാമിനേഷന് നമുക്ക് കേരളത്തിലും എക്സാം സെൻറ്റർ ഉണ്ട്. അത് നമ്മൾ വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് പറയുന്നതാണ്. അതോടെ നമ്മൾ പ്രിലിമിനറി എക്സാമിനേഷന് നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് 5 ആ ഒരു എക്സാം സെൻറ്റർ വരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആ പ്രിഫറൻസിനനുസരിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം ഏജ് 20 വയസ്സും മാക്സിമം ഏജ് 30 വയസ്സുമാണ്. ഏജ് കണക്കാക്കുന്ന ഡേറ്റ് June 1, 2022. അപ്പോൾ ഈ ഡേറ്റിൽ നമുക്ക് 20 വയസ്സും 30 വയസ്സും അതിലിടയിലൊക്കെ അപേക്ഷ നൽകാം. സാധാരണഗതിയിൽ SC/ST ആണെങ്കിൽ അവർക്ക് 5 വർഷവും OBC ആണെങ്കിൽ 3 വർഷവും അതുപോലെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി OBC നോൺ ക്രിമിനൽ ആണെങ്കിൽ നമ്മുടെ June 1, 2021 അതിന് ശേഷമോ ഇഷ്യൂ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ കൈവശം വെക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ഡീറ്റെയിൽ ആണ്. അപ്പോൾ ജനറൽ, OBC, നോൺ ക്രിമിനൽ, EWS ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങൾ എക്സാമിനേഷൻ ഫീ ആയിട്ട് 700 രൂപയും രജിസ്ട്രേഷൻ ഫീ ആയിട്ട് 500 രൂപയും ടോട്ടൽ 1200 രൂപ അടയ്ക്കണം എന്നുള്ളതാണ്. അതുപോലെ വനിതകൾ, ഷെഡ്യൂൾഡ് കാസ്റ്റ്, SC/ST അതുപോലെ PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എക്സാമിനേഷൻ ഫീസ് ഇല്ല. അവർക്ക് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് 500 രൂപയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഫീ കുറച്ച് വലിയൊരു എമൗണ്ട് ആണ്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കിയതിന് ശേഷം കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ഒഴിവുകളൊക്കെ നോക്കി
ഒക്കെ ഈ ഒരു സിലബസ് ഒക്കെ നോക്കി നമുക്ക് എഴുതിയിട്ട് എക്സാം എഴുതി നമുക്ക് ക്വാളിഫൈഡ് ആവാൻ പറ്റുമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതിലേക്ക് കൊടുക്കുക. കാരണം ഉയർന്ന ഫീസാണ് അവിടെ. ഇപ്പോൾ വനിതകളാണെങ്കിൽ അവർക്ക് 500 രൂപ കൊടുത്താൽ മതി, രജിസ്ട്രേഷൻ ഫീ മാത്രം. പിന്നെ ഇതിൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിനേഷനും അതുപോലെ മെയിൻ എക്സാമിനേഷനും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ പ്രിലിമിനറി എക്സാമും മെയിൻ എക്സാമും ഒക്കെ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ അവർ സ്കിൽ ടെസ്റ്റിന് വിളിക്കും, അതായത് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ്. അപ്പോൾ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ്, അതായത് CPT എന്ന് പറയും. ഇപ്പോൾ CPT നമ്മൾ നിർബന്ധമായിട്ടും ക്വാളിഫൈഡ് ആകണം. അതായത് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് നമ്മൾ പാസ്സാവൽ നിർബന്ധമാണ്. അത് പാസ്സായിട്ടില്ലെങ്കിൽ നമ്മൾ മെയിൻ എക്സാമും അല്ലെങ്കിൽ പ്രിലിമിനറി എക്സാമൊക്കെ പാസ്സായതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതിവിടെ പറയുന്നുണ്ട് പ്രത്യേകം. പിന്നെ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് പേപ്പർ 1-ൻ്റെയും പേപ്പർ 2-ൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്നാൽ ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കുന്നത് മെയിൻ എക്സാമിനേഷന് മാത്രം മാർക്ക് എടുത്തിട്ടായിരിക്കും പറയുന്നുണ്ട്. ഇനി എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്? ഞാൻ അപേക്ഷ നൽകുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഞാൻ ഈ ലിങ്കിൽ കയറിയിട്ട് ഡെമോ നൽകാം. അപ്പോൾ ഈ ലിങ്കും ഈ ഒരു PDF-ൻ്റെ ലിങ്കെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. അതോടൊപ്പം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് പല ഉദ്യോഗാർത്ഥികളും അതിൽ ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷനൊക്കെ ചാറ്റ് ചെയ്യാനും അതിനെക്കുറിച്ച് ഷെയർ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇതിൻ്റെ നോട്ടിഫിക്കേഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ നൽകുന്നത് പല സ്റ്റെപ്പുകളായിട്ടാണ്. അപ്പോൾ സ്റ്റെപ്പ് 1 രജിസ്ട്രേഷനാണ്. പിന്നെ സ്റ്റെപ്പ് 2 വരുന്നത് നമ്മൾ അപേക്ഷ ഫില്ല് ചെയ്യുകയും അതുപോലെ നമ്മുടെ ഫീസ് സബ്മിഷനുമാണ് വരുന്നത്. പിന്നെ ഓൺലൈനായിട്ട് നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് 50 KB-ൻ്റെയും 80 KB-ൻ്റെയും ഇടയിലായിരിക്കണം സൈസ് എന്ന് പറയുന്നുണ്ട്. സിഗ്നേച്ചർ ആണെങ്കിൽ ബ്ലാക്ക് ഇങ്ക് പെൻ ഉപയോഗിച്ചിട്ട് നമ്മൾ വൈറ്റ് പേപ്പറിലാണ് സൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഫയൽ സൈസ് എന്ന് പറയുന്നത് 10 KB-ൻ്റെയും 30 KB-ൻ്റെ ഇടയിലുള്ള JPG ഫോർമാറ്റിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 50 KB-യുടെയും 1000 KB-യുടെയും ഉള്ളിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് JPG ഫോർമാറ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഇമേജും ഈ ഒരു സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ വളരെ ക്ലിയർ ആണെന്ന് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തുക. ഇനി നമ്മൾ നോക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് വൈസ് വേക്കൻസിയാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ അവരുടെ ഓരോരോ റിസർച്ച് സ്ഥാപനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അപ്പോൾ ഈ ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. കോയമ്പത്തൂരൊക്കെ ആണെങ്കിൽ 12 വേക്കൻസി കാണുന്നുണ്ട്. കാസർഗോഡ് 5 വേക്കൻസി, തിരുവനന്തപുരം 3 വേക്കൻസി, ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ 7 വേക്കൻസി, കൊച്ചിയിൽ 6 വേക്കൻസി വരുന്നുണ്ട്. പിന്നെ കൊച്ചിയിൽ 16 വേക്കൻസി വരുന്നുണ്ട്. അപ്പം വിവിധ ഇവരുടെ റിസർച്ച് സ്ഥാപനങ്ങളിലേക്ക് വിവിധ ഒഴിവുകളുണ്ട്. അപ്പോൾ കേരളത്തിൽ തന്നെ അത്യാവശ്യം ഒഴിവുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒഴിവുകളൊക്കെ നോക്കാം. ഈ ഒരു കോളത്തിൽ വന്നിട്ട് മറ്റു സോണുകളൊക്കെ നോക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ആ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ആ ഒരു സിറ്റികളാണ്, അതായത് സ്റ്റേറ്റും സിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കേരളത്തിൽ നോക്കാം. അപ്പോൾ കേരളത്തിൽ എറണാകുളം വെച്ചിട്ടും തിരുവനന്തപുരം വെച്ചിട്ടുമാണ് നമുക്ക് എക്സാം നടക്കുന്നത്. അപ്പോൾ പ്രിലിമിനറി എക്സാമിൻ്റെ സ്ഥലമാണ് എറണാകുളം, തിരുവനന്തപുരം മാത്രമാണ് നടക്കുന്നത്. മെയിൻ എക്സാം അവർ പറഞ്ഞിരിക്കുന്ന കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമേ നടക്കുന്നുള്ളൂ എക്സാം സെൻറ്റർ. പിന്നെ ഇതിൻ്റെ അവസാനം ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രിലിമിനറി എക്സാമിനേഷൻ ആണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് 200 മാർക്കിനുള്ള ടോട്ടൽ 1 മണിക്കൂറായിരിക്കും ടൈം ഉണ്ടായിരിക്കുക. പിന്നെ അതിൻ്റെ ആ ഒരു സബ്ജക്റ്റ് ഏരിയാസ് കൂടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ദെൻ മെയിൻ എക്സാമിനേഷൻ്റെ സബ്ജക്റ്റ് ഏരിയയും അതിൻ്റെ മാർക്കിൻ്റെ ആ ഒരു വെയിറ്റേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ സ്കിൽ ടെസ്റ്റിൻ്റെ കാര്യങ്ങളും ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇത് അപേക്ഷ നൽകേണ്ടത് നോക്കാം. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു പേജിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഡേറ്റ് കാര്യങ്ങൾ കൂടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമെന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നമ്മളെടുത്ത് അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറേ ഇൻസ്ട്രക്ഷന് കാര്യങ്ങളൊക്കെ കൂടെ പറയുന്നുണ്ട്. കറക്റ്റായിട്ട് നിങ്ങൾ എല്ലാം ഇത് വായിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു മുകളിൽ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷനൊക്കെ വായിച്ചെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ചെക്ക് ബോക്സിൽ നമ്മൾ ടിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രൊസീഡ് ടു രജിസ്റ്റർ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു അപേക്ഷാ ഫോം കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് പോസ്റ്റിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പോൾ അത് നമ്മളിവിടെ സെലക്ട് ചെയ്യുക. എന്നാൽ നമ്മുടെ പേര്, അതുപോലെ മൊബൈൽ നമ്പർ, മെയിൽ ID കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യലാണ്. ആദ്യം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.